മഹാരാഷ്ട്രയിൽ ഒരു കോൺഗ്രസ് തരംഗം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പലപ്പോഴും അത് തലനീട്ടി പുറത്തു വന്നിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. BJPയെ കടത്തിവെട്ടിയുള്ള പ്രകടനമാണ് അവിടെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും കാണിച്ചത്. എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥിതി മറിച്ചായിരുന്നു. കോൺഗ്രസിനെയും മഹാവികാസ് അഘാടി സഖ്യത്തിനെയും വലിയ തോൽവിയിലേക്ക് വലിച്ചിടാൻ NDA മുന്നണിക്ക് സാധിച്ചു. അതിനുശേഷം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും സ്ഥിതി ആവർത്തിക്കുമെന്നും ഇതോടെ കോൺഗ്രസ് കത്തിത്തീർന്നു വെറും ചാരമാകുമെന്നും മുംബൈ മാധ്യമങ്ങൾ വിധിയെഴുതി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തരംഗം എന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും നാണക്കേടിൽ നിന്ന് മാറി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പിന്നോട്ട് പോയെങ്കിലും സംസ്ഥാനത്തെ ആകെ പ്രകടനം പാർട്ടിക്ക് തിരിച്ചുവരവേണ്ടതാണ്. ഇത്തവണ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആകെ 2869 സീറ്റുകളിൽ 528 എണ്ണത്തിൽ മത്സരിച്ച പാർട്ടിക്ക് 350 സീറ്റിൽ വിജയിക്കാനായി. മുംബൈയിൽ BJP ഭരണം പിടിച്ചെങ്കിലും സീറ്റെണ്ണത്തിൽ 4ാമതായി ഫിനിഷ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. മുംബൈയിലെ 227 സീറ്റിൽ 167 ഇടത്താണ് കോൺഗ്രസ് മത്സരിച്ചത്. താനെയിൽ 101 ഇടത്തും പൂനെയിൽ 100 ഇടത്തും മത്സരിച്ചു. സുപ്രധാന മേഖലയിൽ 60 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. 5 ഇടത്ത് ഭരണം നേടാനും 10 ഇടത്ത് ഭരണത്തിൽ പങ്കാളിയാവുകയും ചെയ്യും എന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഭിവൻസി, നിസാംപൂർ, ലാത്തൂർ, അമരാവതി, കോലാപൂർ, ചന്ദ്രപൂർ എന്നിവിടങ്ങളിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് ഭരണം നേടിക്കഴിഞ്ഞു. ശിവസേന, ഉദ്ധവ് വിഭാഗത്തിന് കൂടുതൽ സീറ്റുള്ള പ്രഭാണിയിൽ ഭരണത്തിൽ പങ്കാളിയാകാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. 1999 ശേഷം ആദ്യമായാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ആ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് കോൺഗ്രസിൽ നിന്നുണ്ടായത്. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, NCP, ശരത് പവാർ വിഭാഗം എന്നിവരുൾപ്പെടുന്ന മഹാവികാസ് അഘാടി ഒറ്റയ്ക്കാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുമായി കൈകോർത്തതും ശരത് പവാർ BJP സഖ്യകക്ഷിയായി അജിത് പവാറിനൊപ്പം ചേർന്നതുമാണ് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് കളത്തിലിറക്കിയത്. BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി BJPക്കെതിരെ മത്സരിച്ച അജിത് പവാറിന്റെ തന്ത്രം പൂർണ്ണമായും തിരിച്ചടിച്ചു. ശക്തി കേന്ദ്രമായ പൂനെയിലും പിംബ്രിച്ച് വാർഡിലും പവാർ കുടുംബം നിലം തൊട്ടില്ല. 2ാം തവണയും 2 ഇടത്തും BJPക്കാണ് ഭരണം ലഭിച്ചത്. കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായും ഒരിക്കലും എഴുതിത്തള്ളാൻ സാധിക്കില്ലെന്ന വലിയ സന്ദേശം കോൺഗ്രസ് പാർട്ടി നൽകുന്നുണ്ട്. അതിന്റെ തെളിവാണ് BJPയുടെ താമരക്കോട്ടയായ മഹാരാഷ്ട്രയിൽ കാണാൻ സാധിച്ചത്. ഇനി മുന്നിലുള്ളത് കേരളവും തമിഴ്നാടും ബംഗാളുമാണ്. മഹാരാഷ്ട്രയിൽ നേടിയത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം മാത്രമാണ്. എന്നാൽ അത് നൽകുന്ന ആത്മവിശ്വാസം അത്ര ചെറുതല്ലെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. NCP, ശിവസേന പാർട്ടികളെക്കാൾ അവിടെ തിളങ്ങാൻ സാധിച്ചത് കോൺഗ്രസിന് തന്നെയാണ്.